ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ അലാറാം രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് എന്നെയും പെപ്പേനെയും വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. ഓനപ്പുറത്ത് നിന്ന് ഉറങ്ങണി ചാടും വീട്ടിലേക്ക് കൈ ചൂണ്ടും, എന്നിട്ട് അവിടെ കൊണ്ടാക്കാൻ പറയും. വന്നാൽ പിന്നെ ഇവരുണ്ടാളെ അടിയാന്ന് കേട്ടോ കാണാനുള്ളത്. കടിച്ചാ കടിച്ചാ ഏട്ടരാ ഏട്ടര കടിച്ചിനാ അതാ അങ്ങനെ പിടിക്കല്ലോ മോനെ കുഞ്ഞാവന. ഓ ഏട്ടൻ എന്നാക്കിയമ്മ എന്നാക്കി ഏട്ടൻ അങ്ങനെ ആക്കീനാ അടി കൊടുക്കാം. അങ്ങനെ ആക്കിയെങ്കിൽ അതാ 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 അങ്ങനെ ആക്കേണ്ടി വരും നീ ഓന. ഓൻ പറയുന്നു അതാ 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 തല്ലണ്ടപ്പാ ഏട്ടനെ. എന്നാ ചവിട്ടാന്ന് തല്ലുന്നില്ലെങ്കിൽ ചവിട്ടാന്ന്. അതാ 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 ഞാന്തമാരി അതാ 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 വേം ബാണിക്ക് വാ രണ്ടാൾ ബാ. എൻ്റെ മോൻ ബാ, അമ്മേരെ മോൻ ബാ. അമ്മേരെ മോനിയല്ല എൻ്റെ അമ്മേരെ മോനതാ. അമ്മേരെ മോനിതാ. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി കാര്യം എടുക്കാൻ പറ്റിയിട്ട് കേട്ടാ. അപ്പം ഞാനും പെപ്പയും കുളിച്ചിട്ട് പെപ്പേനെ അംഗൻവാടി കൊണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് ന്യൂ ഇയർ ആണ് കേട്ടോ. അപ്പോൾ പെപ്പേരെ അംഗൻവാടിയിൽ ചെറിയൊരു ന്യൂ ഇയർ ഫ്രണ്ടെല്ലാം ആക്കിയിട്ടുണ്ടായിന്. അപ്പം കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പെപ്പേരെ വക ബിരിയാണി കൊടുക്കുകയെന്ന് അംഗൻവാടിയിൽ. കാരണം പെപ്പേരെ പിറന്നാൾ കഴിഞ്ഞില്ല, ഇനി അടുത്ത പിറന്നാളാകുമ്പോൾ പെപ്പ അംഗൻവാടിയിൽ ഉണ്ടാവില്ല. ഓനെ നമ്മൾ മാറ്റി ചേർക്കും എന്തായാലും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ഇയറിന് തന്നെ കൊടുക്കുക. അപ്പം പെപ്പയ്ക്ക് എന്ന് പുതിയ കുപ്പായം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ. പെപ്പയ്ക്ക് അംഗൻവാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ വിട്ട് പോകാനുള്ളൊരു ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ അവന്. അല്ലാതെ അംഗൻവാടി പോകാൻ തീരെ മടിയുണ്ടാവുകയില്ല. വീട്ടിൽ നിന്നായാലും കാര്യമില്ല, നല്ല പാങ്ങിൽ രാവിലെ എണീച്ച് കുളിച്ച് വൃത്തിയായിട്ടെല്ലാം പോവും. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ എല്ലാ കാടിനോടും എല്ലാത്തിനോടും വർത്താനം പറഞ്ഞിട്ടെല്ലാന്ന് പോകൽ. അപ്പോൾ രാവിലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നല്ല പകൽ രാവിലെ എണീച്ച് കുളിച്ചിട്ട് വൃത്തിയായിക്കൊള്ളണം. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ രാവിലെ അങ്ങനെ വൃത്തിയാവുമെന്നല്ല കേട്ടോ. പക്ഷേ നീലേശ്വരത്തിന് രാവിലെ എണീച്ച് കുളിച്ച് വൃത്തിയാവും. അപ്പോൾ ഇന്നപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് കുളിച്ച് വൃത്തിയായിട്ടുണ്ടായിന്. അംഗൻവാടിയിൽ എത്തുമ്പോൾ തന്നെ ആരും വന്നിട്ടുണ്ടായിട്ട് കേട്ടാ, രണ്ടാൾ മാത്രമേ ഉണ്ടായിട്ടു. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ആയിട്ട്. ഞാനൊന്നും ടീച്ചറാവാതെ എത്ര നല്ലതെന്ന് ഞാൻ ചിന്തിക്കലിട്ടി. അംഗൻവാടി ടീച്ചർ എല്ലാത്തിനും ഞാൻ തച്ച് വിലിക്കിട്ടി. കാരണം എനിക്ക് ഈ സൗണ്ടാക്കുന്ന എനിക്ക് ദേഷ്യം വരും. എനിക്ക് പെപ്പനൊക്കെ ഉണ്ടാക്കാൻ പോയാൽ തന്നെ ഫുള്ള് ഒച്ചപ്പാടലേക്ക് വേറെ ദേഷ്യം വരും. പറഞ്ഞാലും അനുസരിക്കില്ല, കുറച്ചണം തീരെ അനുസരിക്കില്ല പറഞ്ഞാൽ. അപ്പോൾ പെപ്പേനോട് ഞാൻ ന്യൂ ഇയർ ഫ്രണ്ട് ആരെ കിട്ടിയതെന്ന് പറഞ്ഞിട്ടാ. കാരണം ഓൻ എല്ലാവരോടും പറയുന്നതോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനാകുമ്പോൾ പറഞ്ഞത്. എല്ലാവരും കൊടുക്കണം. സംഭവം എന്ന് വെച്ചാൽ പിന്നെ അംഗൻവാടിയിൽ ഇരട്ട പിള്ളേരുണ്ട് രണ്ടാൾ. അപ്പോൾ അവർ രണ്ടാൾ പേര് മാറും, ഒരാൾ ബോയ് ഒരാൾ ഗേളുമാണ്. ആ പേരിൽ ചെറിയ കൺഫ്യൂഷനാണ് കേട്ടോ. തുമ്പി ആടി ഇരുന്ന മോളെ, തുമ്പി ആടി ഇരുന്ന് ഇരിക്ക്. ആയിട്ട് നിന്റെ തരും, അമ്മ തരും. ബുക്കാടെ വെക്ക്, ബുക്ക് സമ്മാനം എടുക്ക്.
അതാ പൊന്നൂസെല്ലാം കൊടുക്കുന്ന സമ്മാനം ഞാൻ തരും. നിന്റെ കൈമ തന്നാ നീ ശരിയാവൂല. ഇവൻ ആരെ കിട്ടിയെന്ന് തന്നെ അറിയില്ല. ഞാൻ കൈമ തരും. ഉമ്മണി ശിവന്യായി ഇപ്പൊ സമ്മാനം വാങ്ങും. ഇവാച്ചിലേവാ കുട്ടികളതിന് എന്നാ മോനെ ഇത് പിടിക്കൂടാ എടുക്കുവോ വീഡിയോ. ഇനി നമ്മളെ കാത്തോഴി കൊണ്ടുവച്ചിട്ട് വാ. കാത്തോഴി കൊണ്ടുവെക്കാറ് ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫ്രണ്ടിനെ കിട്ടിയത് ഋഷിവി കല്യാണിക്കിപ്പോ വീട്ടിൽ നിന്ന് പൊട്ടിച്ചൂടും. ശ്രദ്ധിക്കണ്ട അമ്പാനെ ആടെ വെച്ചിട്ടുണ്ടാനെ അങ്ങനെ ന്യൂ ഇയർ ഫ്രണ്ടെല്ലാം എടുത്തു കഴിഞ്ഞു കേട്ടാ. പെപ്പൊക്കെ കാത്തൂന് പെപ്പേനെ കിട്ടിയിട്ടുണ്ടായിന് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിന് കേട്ടാ. കാത്തൂർ നമുക്ക് ഭയങ്കര സന്തോഷമായിന്, എനക്കും ഭയങ്കര സന്തോഷമായിന്. കാരണം അവർ നല്ല ഫ്രണ്ട്സാണ് കേട്ടാ. പെപ്പൊക്കെ കാത്തൂന് നല്ല ഇഷ്ടമാണ്, കാത്തൂന് പെപ്പേനെയും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് കാത്തൂനെ അറിയായിരിക്കും. ഞാൻ എനിക്ക് പെപ്പയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടുള്ള റെഡ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് തോളിൽ കയ്യെല്ലാം ഇട്ടിരിക്കുന്നൊരു ഫോട്ടോ ഞാൻ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിന് കേട്ടാ. അങ്ങനെ ന്യൂ ഇയർ ഫ്രണ്ടെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിട്ടുണ്ടായിന്. കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ മാത്രം വീട്ടിലേക്ക് പോയിട്ടാട്ടാ. കാരണം ഞാൻ വിളിച്ച് പെപ്പേനെ കൂട്ടിയിട്ട് തന്നെ പോവാന്ന്. പെണ്ണു കുഞ്ഞീനെ തന്നെ എനിക്ക് പെപ്പേരെ ന്യൂ ഇയർ ഫ്രണ്ടായിട്ട് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പെൺകുട്ടികൾക്കാണെങ്കിൽ എനിക്ക് ഫാൻസി സാധനമെല്ലാം വാങ്ങിക്കൊടുക്കുക, ആണാണെങ്കിൽ എന്നിപ്പോൾ വാങ്ങിക്കൊടുക്കലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പെപ്പേരെ ഗിഫ്റ്റ് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ പെപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായത് ഡ്രോയിങ് ബുക്കും പിന്നെ ക്രയോണുമാണ്.
ഡ്രോയിങ് ബുക്ക് വെച്ചാൽ കളറ് കൊടുക്കേണ്ടത് കേട്ടോ, വരക്കേണ്ടതല്ല. ചിത്രം നോക്കിയിട്ട് കളർ കൊടുക്കേണ്ടതാണ് കേട്ടോ. പെപ്പക്കാണെങ്കിൽ അതിനോടെല്ലാം ഭയങ്കര താല്പര്യമാണ്. പിന്നെ അപ്പോൾ അവരതെന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാത്തു എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലില്ല തന്നെയാണ്, എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പിന്നെ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ അവർ മുട്ടായി വേണോ പിന്നെ ചോക്ലേറ്റ് വേണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓൾ അതൊന്നും കൊടുക്കാൻ വിടൂല, അങ്ങനത്തെ ഒരു സാധനം ഓൾ കൊടുക്കാൻ വിടൂല, കാരണം ചോക്ലേറ്റ് ഒന്നും ഓൾ കൊടുക്കാൻ വിടൂല, ഇങ്ങനെ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരിത് വാങ്ങിയിട്ടാ. അപ്പോൾ പെപ്പേരെ വക ഞാൻ രാവിലെ സാധനം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, ബിരിയാണി അരിയും ചിക്കനെല്ലാം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അംഗൻവാടിയിൽ കൊടുക്കണമെന്ന്. അങ്ങനെ നല്ല ചിക്കനും ബിരിയാണിയും തൈരെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന്. പെപ്പര വക കൊടുത്തോണ്ട് ഞാൻ ത്രിദേവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞ ഏട്ടത്തിനോട് കുഞ്ഞിനെ കൂട്ടിയിട്ട് വാ, ഇവിടുന്ന് ചോറ് കഴിക്കുക, പെപ്പേരെ വകയാ ചോറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പ്രതീക്ഷിക്കാണ്ട് തന്നല്ലേ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആയിട്ടാ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശിവ് കല്യാണിന്റെ വക നമുക്ക് ഇന്ന് ബിരിയാണി തന്നു. തൃശ്ശൂരിന് ഒത്തിരി ഒത്തിരി നന്ദി. തൃശ്ശൂരിന് ദീർഘായുസ് നൽകണമേ. ഇന്ന് തന്ന ആ ബിരിയാണിക്ക് നന്ദി. കണ്ടു കണ്ടു കണ്ടു. ആ സൈഡിൽ വെക്ക്, വേണ്ടാത്തത് സൈഡിൽ വെക്ക്. ഇതെല്ലാം സൈഡിൽ വെക്കും. ടീച്ചർ എൻ്റെ മോൻ ഭയങ്കര ഇരുട്ടടിക്കുന്നു. ഞാൻ അംഗൻവാടി വിട്ടിക്കുമ്പോൾ കുറച്ച് സമയം കുഞ്ഞമ്മേരെ വീട്ടിലിരുന്നു കേട്ടോ. അന്നേരം നേച്ചിമാർ പറയുന്നത് കുഞ്ഞമ്മേരെയും പാപ്പൻ്റെയും ഡാൻസ് ഉണ്ട് പള്ളിയിൽ. അവരുടെ പള്ളിയിൽ പെരുന്നാളാണ്, അപ്പോൾ ഡാൻസ് ഉണ്ട്, നമുക്ക് എന്നാൽ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ട്രിപ്പ് ക്യാൻസലായി. നമ്മൾ പറയുന്ന വൈകുന്നേരം പള്ളിയിൽ പോവാം, ഫുഡെല്ലാം കഴിക്കുക പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ എല്ലാവരും കുറേ നേരം പുറത്തിലിരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ കണ്ട് അപ്പോട്ടം വരുന്നത് നമുക്കൊന്ന് പയ്യന്നൂർ പോകാമല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാകുമ്പോൾ അപ്പോണ്ടപ്പുറം പയ്യന്നൂരേക്ക് വിട്ടു. പ്രതീക്ഷിക്കാണ്ടായിരിക്കട്ടെ ഇടയ്ക്ക് അപ്പോട്ടം വരൽ. ചടക്ക് കഴിഞ്ഞിട്ട് വരെ വാവേം കഴിഞ്ഞാൽ നമുക്ക് അങ്ങാടെ പോയിട്ട് വരാമെന്ന്. അങ്ങാടെ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ഡ്രസ്സ് ഇടും. അപ്പോഴോ പയ്യന്നൂർ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എത്തും. അങ്ങനെയാണ് അപ്പോട്ടം. അങ്ങനെ പയ്യന്നൂർ ഫുള്ള് ആടി ഇടിയെല്ലായിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് നമുക്ക് ഇരുട്ടായിട്ടാണ്. അന്നേരം അപ്പോട്ടം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പിട്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അവരപ്പുറം പോകാൻ പ്ലാൻ ഇട്ടിനി, കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് അവരപ്പുറം കുറച്ച് കഴിച്ചു എന്ന്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ടായിന് കേട്ടോ. പെപ്പ ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് അപ്പോനോട് പോകുമ്പേ പറയുന്നുണ്ട്. പെപ്പയ്ക്ക് ഇപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. തേടെ പോകുമ്പോൾ അത് മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സാധാ തട്ടുകടയിൽ കയറാൻ പറ്റുകയില്ല. പണ്ട് ഞാനപ്പോട്ട് മെയിനായിട്ട് തട്ടുകടകളിലാണ് കയറല്, അല്ലെങ്കിൽ സാധാ ഹോട്ടലിലാണ് കയറല്. ഇതിപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഉള്ളിടത്ത് തന്നെ കയറണം നമുക്ക്. അപ്പോഴത്തെ കുബൂസും ഞാൻ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിന്, പിന്നെ ചില്ലി ചിക്കനും. നമുക്ക് കയറിയെടുത്ത് ബീഫ് ഐറ്റംസ് ഉണ്ടായിട്ടാട്ടോ. എനക്കാണെങ്കിൽ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഈ ഒരു സാധനം ഇല്ലാണ്ട് എനിക്കൊന്നുമില്ല, ചായയാണ് എനിക്ക് മെയിൻ. അങ്ങനെ നമ്മളെ ഫുഡ് എത്തിയിട്ടാ. അപ്പൊക്ക് പെപ്പ മൊഞ്ച് പിടിച്ചിട്ടിരിക്കുന്നുണ്ട്, കാരണം ഓൻ്റെത് വരാൻ കുറച്ച് ലേറ്റായിന്. അങ്ങനെ ഓൻ്റെത് കിട്ടുമ്പോൾ കൊണ്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾക്ക് അമ്മ കേക്കെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന് കേട്ടാ. അപ്പോൾ പെപ്പക്ക് അത് കാണുമ്പോൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാകുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ നേരെ കേക്ക് മുറിച്ചിട്ട് പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലായി. ഞാൻ പെപ്പക്ക് അങ്ങനെ ഈ ക്രീം കൊടുക്കലില്ല കേട്ടോ, കേക്ക് തന്നെ പൊതുവേ കൊടുക്കലില്ല. അംഗൻവാടിയിൽ തന്നെ ഞാനൊരു ചെറിയ കഷ്ണം മാത്രമേ കൊടുത്തിട്ടുണ്ടായിട്ടു. എന്നിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു എന്തിനിങ്ങനെ വാങ്ങിയതിന്, ചെറിയ കഷ്ണം വാങ്ങിയാൽ പോരെ, മറ്റേ 50 പീസില്ലേ അത് വാങ്ങിയാൽ പോരെയെന്ന് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ രണ്ടാളും കൂടി കേക്കെല്ലാം മുറിച്ചു. അങ്ങനെ നമ്മൾ നേരെ മണിക്കൂട്ടിൻ്റെ വീട്ടിൽ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഈറ്റിങ്ങൊക്കെ ചെയ്യാൻ കുറേ സമയം എടുക്കും. അങ്ങനെ റഷ്യയും വിളിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് വിട്ടു. അപ്പോൾ ആ നേച്ചി വിളിച്ചിട്ട് പറയുന്നത് പരിപാടി തുടങ്ങണം എത്രയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റിക്ഷക്കാരനോട് നമ്മൾ സ്റ്റാൻഡിലാക്കിയ കേട്ടാന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ എല്ലാ സ്ഥലവും നോക്കി, പക്ഷേ ഏടി നമുക്ക് അപ്പം മിച്ച് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞും പറഞ്ഞു അപ്പം മിച്ചിലെടുത്ത് തന്നെ പോകാമെന്ന്.
അപ്പോൾ കേടെ അപ്പം വെച്ചില്ല. നമ്മൾ പോകോ റെസ്റ്റോറൻറ്റിലേക്കാണ് പോലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എന്തോ ഒരു ഇഷ്യൂ ഇന്നലെ മിനിയാന്ന് എങ്ങനെ നടന്നതിനാന്ന് തോന്നുന്നു കേട്ടോ. ഫുഡ് വൈകിട്ട് എന്തോ ഹോട്ടൽ അടിച്ച് പൊളിച്ചിരുന്നു അങ്ങനെ എന്തെല്ലോ കേൾക്കുന്നുണ്ടായിന്, വാർത്തയിലെല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് നമ്മൾ പോകോയിലേക്ക് പോയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ആടെ റിക്ഷ വിളിച്ചിട്ട് നമ്മൾ നേരെ പോയി നമ്മൾ കാതർച്ചേര ഹോട്ടലിലേക്കാണ് കേട്ടോ. എനിക്ക് പൊറോട്ടയും ചില്ലിയും കഴിച്ചതുകൊണ്ട് തന്നെ വലിയൊരു വിശപ്പ് ഉണ്ടായിട്ടാ. അപ്പം ഞാൻ ഒരു ഷവർമ്മ റോള് പറഞ്ഞിട്ടുണ്ടായിന്. ഷവർമ്മ റോള് എന്ന് പറയുമ്പം ഞാനത് ഫുള്ള് കഴിക്കൂല കേട്ടോ. പൊതുവേ ഷവർമ്മ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ റോള് ഫുള്ള് കഴിക്കലില്ല. മണിക്കുട്ടിയും കുഞ്ഞാവിയും ഒരപ്പം മിക്സും ഏട്ടത്തി ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിന്, ചില്ലി ചിക്കനും. ഏട്ടത്തിക്ക് സോഫ സെറ്റല്ലുല്ലേ സ്ഥലത്തിരിക്കാനാണ് നല്ലത് കേട്ടോ, ത്രിദേവിനെയും കൊണ്ട് അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കസേര മേലെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. ഒന്നാമത്തെ ത്രിദേവിന് ഭയങ്കര കുരുത്തക്കടായതുകൊണ്ട് റിസ്ക്കില്ല പരിപാടിയാണ് കേട്ടത്. പെപ്പ വന്നേരേ സൈഡായിന്, എൻ്റെ സൈഡിൽ മിണ്ടാതിരുന്നിട്ടുണ്ടായിന്. ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ. നമ്മ എങ്ങനെ എന്തെല്ലോ വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം കാത്തു വന്നു. നമ്മ പോകുമ്പോൾ ഡാൻസെല്ലാം കഴിയുമെന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. ചേച്ചിമാരാണെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്, വരുന്നില്ലേ പരിപാടി ഇപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്. സ്ഥാനാർത്ഥിയാണ് പൈനാപ്പിൾ അപ്പോൾ ഇവരപ്പം വെച്ച് ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. എനിക്കാണെങ്കിൽ ചിക്കൻ ഇഷ്ടമല്ല, എനിക്ക് അപ്പം വെച്ച് ബീഫ് തന്നെ വേണം. അപ്പം വെച്ച് ബീഫ് എന്നല്ല, എനിക്ക് എന്തായാലും ബീഫ് തന്നെ വേണം. എനിക്ക് ചിക്കനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ തന്നെ പൊറോട്ടയും ചില്ലിയും വാങ്ങി തന്നിട്ട് ഞാൻ സാലിനെ മാത്രം എടുത്ത് അതിൻ്റെ ഗ്രേവി മാത്രമേ എടുത്തിട്ടു, ചിക്കൻ്റെ കഷ്ണമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാണ്. അപ്പം മണിക്കുട്ടി വരുമ്പേ പിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ നല്ലോണം കഴിച്ചിരുന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ കളിച്ചിന്. ഇവിടെ വരുമ്പോൾ കോളാന്ന് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നാലും ഞാൻ അപ്പം വെച്ച് ടേസ്റ്റ് നോക്കാൻ എടുത്തിട്ടുണ്ടായിന്. എനിക്ക് വലിയ ഇഷ്ടമായിട്ട് കേട്ടോ. കാരണം എനിക്കെൻ്റെ നീലേശ്വരത്തെ ഉറച്ച് തന്നെ വേണം. അത് കഴിച്ച് ശീലിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അടുത്ത് തന്നെ കിട്ടണം. അത് ഭയങ്കര ഒരു ടേസ്റ്റാണ്. തൊപ്പിയെടുത്തിട്ട് വന്നിട്ടാ ഇത് സംഭവം എന്ന് വെച്ചാൽ ത്രിദേവിൻ്റെ തൊപ്പി വണ്ടിയിൽ വീണിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിലാണോ നമ്മൾ റിക്ഷ കയറിയിടയ്ക്കാണോ അറിയില്ല. അപ്പോൾ അടുത്ത് ഭയങ്കര സങ്കടം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായോ തൊപ്പി എവിടെയോ മിസ്സായി. കുറേ കഴിയുമ്പോൾ കീൻ്റെ ഡ്രൈവർ നമ്മളെ കൊണ്ടാക്കിയ റിക്ഷ ഡ്രൈവറുണ്ട് തൊപ്പി എടുത്തിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കുഴപ്പറ്റായ പിന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് അവർ നമ്മളെ പേരിപ്പരുതി വരുന്ന അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ തൊപ്പി കൊണ്ട് തരാൻ കേട്ടോ പാവമായിട്ടൻ. എന്നിട്ട് നമ്മൾ താങ്ക് യു എല്ലാം പറഞ്ഞു വിട്ടു. എന്നിട്ട് മണിക്കൂട്ടി പറഞ്ഞ് നമുക്ക് ചായ വാങ്ങി കൊടുക്കായിരുന്നു എന്നെല്ലാം ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പി വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച റോഡിൽ വീണതാണെന്ന് വിചാരിച്ച് നമ്മൾ മൈൻഡാക്കാത്തത് അങ്ങനെ. അപ്പോൾ റിക്ഷ വിടുകയും ചെയ്തിട്ടുണ്ടായിന്. എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടിയിൽ നിന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടാവും. കാവേച്ചി പറഞ്ഞിട്ടുണ്ട് അയ്യോ അവിടെ വീണിട്ട് എന്തോ പോലെ ആവുന്നു അങ്ങനെ പറയുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. മണിക്കുട്ടി ലെയിമും കാവേച്ചി മിൻറ്റ് ലെയിമും പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ ചായ പറഞ്ഞു, എന്നിട്ട് കുഞ്ഞാ പറഞ്ഞു എനിക്ക് ചായ മതിയെന്ന്. എനിക്ക് ചായ ഇല്ലാണ്ടാവില്ല കേട്ടോ. ഞാൻ ഭയങ്കര അഡിക്റ്റായി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റായി. നിർത്തണം എന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് എങ്ങനെ നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഷവർമ്മ റോള് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് മന്ദത വന്നു. ഞാനത് അങ്ങനെ തട്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ആര് വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ലാസ്റ്റ് കുഞ്ഞാവ കഴിച്ചു വിട്ടാ കഷ്ണം. അതിനേക്കാളും വലിയൊരു കോമഡി ഉണ്ടായിന്. ചായയും കുടിച്ചിട്ട് നമ്മൾ ബില്ലുവാക്കിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കി ആ തൊപ്പി കൊണ്ട് തന്നെ അതേ ഏട്ടൻ്റെ ഓട്ടോറിക്ഷയുടെ തിരിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ വേഗം കയ്യിൽ കയറിയിട്ടാ. എന്നിട്ട് ആ ഏട്ടൻ നമ്മളെ വേഗം പള്ളിയിൽ കൊണ്ടാക്കി, നമ്മുടെ പള്ളിയിലാക്കിയെന്ന്. അപ്പോൾ അവിടെ പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ ആൾക്കൂട്ടൊന്നും കണ്ടിട്ടുണ്ടായിട്ടാ. അങ്ങനെ ആ ഏട്ടനോട് നമ്മ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് വീട്ടിലേക്ക് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഏട്ടന്മാരെ വിളിച്ചുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്പറെല്ലാം തന്നിട്ടുണ്ടായിന് കേട്ടോ. നമ്പറുമായിട്ട് നമ്മൾ നേരെ പള്ളിയിൽ കയറി. വലിയ ആൾക്കാരൊന്നും ഉണ്ടായില്ല കേട്ടോ, സീറ്റ് ഉണ്ടായിന്. നമ്മായിട്ട് വേഗം പോയിട്ട് ചേച്ചിമാരുടെ അടുത്തിരുന്നു.
അപ്പോൾ ഞാനിത് ഈ ആരോ മാർക്കറ്റ് കാണിക്കുന്നു കേട്ടോ എൻ്റെ ആൻറ്റിയുടെ ഭർത്താവ്. അപ്പോൾ ആൻറ്റിയുടെ ഡാൻസും ഉണ്ട്. കുറച്ച് സമയം നമുക്ക് ബോറടിച്ചിട്ടാകുമ്പോൾ നമ്മൾ നേരെ പള്ളിയുടെ അടുത്തേക്ക് നടന്നു കേട്ടോ. കുറച്ച് ലേറ്റിൻ്റെ ഐലിയിൽ നടന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. അപ്പോൾ പെപ്പ പറഞ്ഞു അമ്മ എൻ്റെ ഒരു വീഡിയോ എടുക്കുമോ, എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ വന്നിട്ടുണ്ടായത്. നമ്മേൻ്റെ റോഡ് മൊത്തം ഫുൾ എൻജോയ്മെൻ്റ് ഉണ്ട്. നല്ല രസമുണ്ടായിന് കേട്ടോ. ഇതെൻ്റെ ഏച്ചിയുടെ ഭർത്താവിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവർ പള്ളിയിലായുള്ളത്. അപ്പോൾ അവരെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കുറേ നേരം അതിലിരുന്നു. പെപ്പക്ക് നല്ല രസമുണ്ടായിന് കേട്ടോ. പെപ്പ ഒരേ നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസം. കുറേ ലൈറ്റ് എല്ലാം ആകുമ്പോൾ നല്ല ഭാഗമുണ്ട്. അപ്പോൾ ഓക്കെ ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.